ശർമാജി 1201 ആണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് മലയാള വർഷം. അപ്പം ഈ വർഷത്തെ വർഷഫലം 12 രാശികളിലായിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 27 രാശികളിലായി അതെ, ഓരോ രാശികളുടെ പൊതുഫലം അതെ ഈ ആണ്ടിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് പൊതുഫലമാണ്. അതിനകത്ത് ജാതി, മത, വർഗ, വർണ്ണ, ഗോത്ര വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ ദരിദ്രനെന്നോ ധനവാനെന്നോ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ, രാജ്യാന്തര വ്യത്യാസമില്ലാതെ ഏവർക്കും ഒരു കോമണായിട്ടുള്ള ഒരു ഫലവും അതിൻ്റെ ഏറെക്കുറെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിച്ച് കിട്ടുവാനും ദോഷഫലങ്ങൾ കഴിവതും കുറഞ്ഞ് കിട്ടുവാനും വേണ്ടിയിട്ടുള്ള 12 രാശികളിൽ മേടരാശി മുതൽ വായിക്കാം. അതെ, മേടരാശി അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം ഉള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ഈ വർഷം എങ്ങനെയായിരിക്കും അവർക്ക് മലയാള മാസം ഈ വർഷം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിനെ മേടരാശി എന്ന് പറയും. അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ 15 നാഴിക. ഈ മേടരാശിക്കാർക്ക് ഏഴരശനിക്കാലത്തിൻ്റെ ഒരു തുടക്കമാണ്. ഏഴരശനി 7.5 കൊല്ലത്തിൻ്റെ തുടക്കം ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ വ്യാജഗ്രഹം 3-ാം ഭാവത്തിലും നിൽക്കുന്നത് കൊണ്ട് സകല ഫീൽഡിലും നിൽക്കുന്നവർക്ക് മാതാവ്, പിതാവ്, മാതുലൻ, സഹോദരൻ, അധികാരികൾ, സഹപ്രവർത്തകർ, സഹായികൾ, മക്കൾ, മരുമക്കൾ, ഉപജാപക വൃത്തങ്ങൾ, മാതാവ്, പിതാവ്, മാതുലൻ, മക്കൾ, മരുമക്കൾ, അധികാരികൾ, സഹപ്രവർത്തകർ, സഹായികൾ, മൈത്രി, ഉപജാപക സംഘം, സ്വന്തം, ബന്ധം, മിത്രം, സാഹോദര്യം, ഈ വക മേഖലകളിൽ നിന്ന് ദുഃഖമോ ദുരിതമോ വേർപാടോ അനിഷ്ടമോ മാനസിക സംഘർഷമോ കോമണായിട്ടുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത 240-250 ദിവസത്തേക്ക്. ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി ഇത്യാദികളോ അല്ലെങ്കിൽ ദീർഘകാലം കഴിക്കേണ്ടതായ മരുന്നുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളോ ചെറിയ ക്ഷതപതനങ്ങളോ ഉണ്ടാവുകയും സ്ഥാനമാനങ്ങൾ, ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങളുണ്ടല്ലോ രാശിപ്പെട്ട കുട്ടികൾക്കാണെങ്കിലും ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും കലാകായിക രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്കാണെങ്കിലും തൊഴിലാളിക്കാണെങ്കിലും മുതലാളിക്കാണെങ്കിലും ഇടപ്രഭുക്കന്മാർക്കാണെങ്കിലും സകല മേഖലയിൽ സ്പർശിക്കുന്നവർക്കും ഒരധികാരമുണ്ട്. ഇല്ലെങ്കിൽ ഗൃഹസ്ഥൻ എന്നൊരു അധികാരമുണ്ട്. ഈ അധികാര സ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനം ഒഴിയേണ്ടതായിട്ടോ അല്ല സ്ഥാനത്തിന് മങ്ങലോ ആ സ്ഥാനം ഉപേക്ഷിക്കേണ്ടതായിട്ടോ ആ സ്ഥാനം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അവഹേളനമോ അപ്രിയമോ അരുചിയോ ഉണ്ടായിട്ട് അവിടെ നിന്ന് മാറുന്നതിനോ മാറി നിൽക്കുന്നതിന് തുല്യമായോ ഒരവസ്ഥ. അപ്പോൾ ആദ്യം ദോഷഫലങ്ങളാണ്. ഇത് ശരാശരി കോമൺ ഫലങ്ങളാണ്. പക്ഷേ ഏറിയ കൂറും ഒരു 95% എല്ലാവരെയും ടച്ച് ചെയ്യും ഈ ശ്ലോകവും കാര്യങ്ങളും എല്ലാം. കാഠിന്യങ്ങൾ കുറയ്ക്കാനായി ഈ പറഞ്ഞ ശനി വ്യാഴ പ്രീതികൾ ചെയ്തോളുക.